46 വർഷത്തെ പാരമ്പര്യമുള്ള കുന്നംകുളത്തിന്റെ സരസ്വതി പൂജ വേൾഡ് എന്ന സ്ഥാപനത്തിന്റെ 8ാമത്തെ ഷോറൂമായ ഓട്ടുപാറ വടക്കാഞ്ചേരിയിൽ സെപ്റ്റംബർ 24 ഓപ്പൺ ചെയ്തതാണ്. ഇവിടെ പൂജയ്ക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും, കെട്ടുതറ സാധനങ്ങള്, ആൾരൂപങ്ങള്, പൂജാ പുഷ്പങ്ങള്, പിന്നെ പാത്രങ്ങള്, ഇവിടെ എല്ലാം ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ലഭിക്കുന്നതാണ്. ആയുർവേദമൂർത്തിയായ നെല്ലുവായ് ധന്വന്തരി ഭഗവാന്റെ സന്നിധിയിൽ വൈകുണ്ഠ ഏകാദശി ആഘോഷിച്ചു. ദിവ്യ ഔഷധമായ മുക്കിടി സേവിക്കാനും ഭഗവാനെ ദർശിക്കാനുമായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത്. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശി നാളിൽ ആയുർവേദത്തിന്റെ അതിദേവതയായ ധന്വന്തരി മൂർത്തിയെ ദർശിക്കുവാനും ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ മുക്കുടി നിവേദ്യം സേവിക്കുന്നതിനുമായി ആയിരക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത്. മാറാ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരും നിരവധി ആയുർവേദ വൈദ്യന്മാരും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരും ഏകാദശി നാളിൽ പുണ്യദർശനം തേടിയെത്തി. പുലർച്ചെ നിർമ്മാല്യ ദർശനത്തോടെയാണ് ഏകാദശി ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് സ്തോത്ര പഞ്ചാശിക പാരായണം, സംഗീതാർച്ചന, പ്രശസ്ത സംഗീതജ്ഞർ പങ്കെടുത്തു. പഞ്ചരത്ന കീർത്താലാപനം എന്നിവയോടെ ധന്വന്തരി സംഗീതോത്സവവും നടന്നു. രാവിലെ 10:30 മുതൽ ആരംഭിച്ച പ്രസാദകൂട്ടിൽ ഗോതമ്പ് ചോറ്, പുഴുക്ക്, മോരുകറി എന്നിവ വിശേഷാൽ പ്രസാദമായി ഭക്തർക്ക് വിളമ്പി. പ്രധാന വഴിപാടായ മുക്കിടി നിവേദ്യത്തിന് പുറമെ ധന്വന്തരി ഭഗവാന് ആട്ടിയ എണ്ണയും ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു. ഉച്ചയ്ക്ക് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ നടന്ന കാഴ്ചശീവേലി എഴുന്നള്ളിപ്പിൽ 15 ഗജവീരന്മാർ അണിനിരന്നു. ഗജകേസരി ചിറക്കൽ കാളിദാസൻ ഭഗവാന്റെ തിടമ്പേറ്റി. ധന്വന്തരി ഭഗവാൻ വർഷത്തിലൊരിക്കൽ മാത്രം ക്ഷേത്രമതിൽ പുറത്തേക്ക് എഴുന്നള്ളുന്ന അപൂർവമായ ചടങ്ങാണിത്. എഴുന്നള്ളിപ്പിന് ക്ഷേത്രത്തിലെത്തിക്കുന്ന ആനകൾക്ക് ഏക്കം കൊടുക്കുന്ന പതിവില്ല എന്ന പ്രത്യേകതയും നെല്ലുവായ് ഏകാദശിക്കുണ്ട്. ആനകളുടെ ആയുരാരോഗ്യത്തിനായി ഉടമകൾ വഴിപാടായാണ് ഗജവീരന്മാരെ എഴുന്നള്ളിപ്പിനായി എത്തിക്കുന്നത്. തിമിലയിൽ ചോറ്റാനിക്കര വിജയന്മാരാർ, മദ്ദളത്തിൽ ചെറുപ്പുളശ്ശേരി ശിവൻ, ഇടക്കയിൽ തിരുവല്ലോമല ഹരി പൊതുവാൾ, താളത്തിൽ പരക്കാട് ബാബു, കൊമ്പിൽ മച്ചാട് ഉണ്ണി നായർ, ശങ്കിൽ നെല്ലുവായ് ശങ്കരൻകുട്ടിമാരാർ എന്നിവർ പഞ്ചവാദ്യത്തിന് നേതൃത്വം നൽകി. തുടർന്ന് നടന്ന മേളത്തിന് കിഴക്കൂട്ട് അനിയന്മാരാർ പ്രമാണിയായി. വൈകിട്ട് നടന്ന ദീപാരാധനയ്ക്ക് ശേഷം തിച്ചൂർ ഉണ്ണികൃഷ്ണനും സംഘവും അവതരിപ്പിച്ച സ്പെഷ്യൽ നാദസ്വരം, വിഷ്ണു കൃഷ്ണൻ, ഡോക്ടർ കാവ്യ ശശീധരൻ എന്നിവർ അവതരിപ്പിച്ച ഭക്തിഗാനസുധ, രാത്രി 10 മണിക്ക് നടന്ന ഡബിൾ തായമ്പക എന്നിവയും അരങ്ങേറി. തുടർന്ന് നടന്ന വിളക്കെഴുന്നള്ളിപ്പോടെ രാത്രിയിലെ ചടങ്ങുകൾ പൂർത്തിയായി. ബുധനാഴ്ച രാവിലെ 7:15 ക്ഷേത്രത്തിൽ നടക്കുന്ന
ദ്വാദശി പണം സ്വീകരിക്കലും തുടർന്ന് നടക്കുന്ന ദ്വാദശി ഊട്ടോടും കൂടി ഈ വർഷത്തെ വൈകുണ്ഠ ഏകാദശി ചടങ്ങുകൾക്ക് സമാപനമാകും. ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി, മേൽശാന്തി അച്യുതൻ നമ്പൂതിരിപ്പാട് എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ദേവസ്വം ഓഫീസർ ജി ശ്രീരാജിന്റെ നേതൃത്വത്തിലാണ് ആഘോഷങ്ങൾ ഏകോപിപ്പിച്ചത്.